1857 വിപ്ലവത്തിന്റെ പ്രധാന കരുത്ത് ഹിന്ദു മുസ്ലിം ഐക്യത്തിലാണ് കൂടിക്കൊണ്ടിരുന്നത്. പട്ടാളക്കാർക്കിടയിലും ജനങ്ങൾക്കും നേതാക്കൾക്കുമിടയിലും ഹിന്ദുക്കളും മുസ്ലിമീങ്ങളും തമ്മിൽ പൂർണ്ണമായ സഹകരണമായിരുന്നു. എല്ലാ വിപ്ലവകാരികളും മുസ്ലിമായ ബഹദൂർ ഷയെ തങ്ങളുടെ ചക്രവർത്തിയായി അംഗീകരിച്ചു. പരസ്പരം വികാരങ്ങൾ മാനിച്ചു. ഉദാഹരണത്തിന് വിപ്ലവം വിജയിക്കുന്നിടത്തൊക്കെ ഗോഹത്യ ഉടനെ നിരോധിച്ചുകൊണ്ട് ഉത്തരവിറക്കി. ഹിന്ദു വികാരത്തെ മാനിക്കാനായിരുന്നു ഇത്. ഒരു സീനിയർ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ ആവലാതിപ്പെട്ടത് ഇക്കാര്യത്തിൽ മുസ്ലിമീങ്ങളെ ഹിന്ദുക്കൾക്കെതിരായി തിരിച്ചുവിടാൻ ഇനി നമുക്കാവില്ല എന്നായിരുന്നു. ഞാൻ വിശദീകരിക്കുന്നില്ല. നമ്മൾ ചിന്തിക്കണം. ഇങ്ങനെ ഉദാത്തമായ സ്നേഹത്തിൻ്റെ പട്ടുനൂൽ കൊണ്ടാണ് ഈ രാജ്യം ഈ രൂപത്തിൽ വളർന്നു വന്നത് എന്ന് നമ്മൾ ചിന്തിക്കണം. പോർച്ചുഗീസുകാർക്കെതിരെ വളരെ മനോഹരമായ ചില സംഭവങ്ങൾ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. പോർച്ചുഗീസുകാർക്കെതിരെ സമുദ്ര രാജാവ് ചാലിയത്തെ പള്ളിയുടെ അകത്തളത്തിൽ അധ്യക്ഷം വഹിച്ചു. ആരാണ് അധ്യക്ഷം വഹിച്ചത്? മാനവിക്രമൻ സമൂതിരി അധ്യക്ഷം വഹിച്ചു. എവിടെയാണ് അധ്യക്ഷം വഹിച്ചത്? ചാലിയത്തെ പള്ളിയിൽ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇത് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. ചാലിയത്തെ ജുമാഅത്ത് പള്ളിയിൽ പോർച്ചുഗീസുകാർക്കെതിരെ മുസ്ലിമീങ്ങളും ഹിന്ദുക്കളും യോഗം കൂടി. അധ്യക്ഷനാര്? പള്ളിയുടെ സമൂതിരി രാജാവ്. ഞാൻ നീട്ടിപ്പറയുന്നില്ല. നമ്മൾ ചിന്തിക്കണം. ഏതുപോലെ മുമ്പ് തിരൂരങ്ങാടി പള്ളിയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ മുസ്ലിമീങ്ങളും ഹിന്ദുക്കളും സംഘടിച്ചു. പള്ളിയിൽ പരിപാടി നടത്തി. ആരായിരുന്നു രണ്ട് നേതാക്കന്മാർ? ഒന്ന് കോഴിപ്പുറത്ത് മാധവ മേനോൻ, ഒന്ന് ഷഹീദെ ആലി മുസ്ലിയാർ റഹ്മഹുല്ലാ. നമ്മൾ ചിന്തിക്കണം. ഇങ്ങനെ മാനവികതയുടെ ഉദാത്തമായ സന്ദേശങ്ങളാണ് ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ വർഗീയ വൈരം ഈ പുസ്തകം എന്നെ വളരെ ദുഃഖത്തിലാഴ്ത്തി. ഇതെഴുതിയത് വീരേന്ദ്രകുമാറാണ്. രാമന്റെ ദുഃഖം. അതുകൂടി പറയാതെ ഈ അധ്യായം അവസാനിക്കുകയില്ല. അവസാനിപ്പിക്കുന്നത് ശരിയല്ല എന്നും എനിക്ക് തോന്നിപ്പോവുകയാണ്. ഇത് രാമന്റെ ദുഃഖം തന്നെയാണ്. കോഴിക്കോട്ടിൻ്റെ എഴുത്തുകാരനായ സാക്ഷാൽ MP വീരേന്ദ്രകുമാറാണ് ഇത് എഴുതിയിട്ടുള്ളത്. ബോംബെ കലാപത്തെക്കുറിച്ചാണ്. നമ്മൾ പറയുമ്പോൾ നമ്മൾ ചിന്തിക്കണം. എല്ലാവരും, എല്ലാ മതാനുയായികൾക്കും ഇതിൽ ബാധ്യതയുണ്ട്. എല്ലാ മതപണ്ഡിതന്മാർക്കും ഇതിൽ ബാധ്യതയുണ്ട്. എല്ലാ സമുദായ നേതാക്കൾക്കും, എല്ലാ വിഭാഗത്തിൽപ്പെട്ട സമുദായത്തിലെ നേതാക്കന്മാർക്കും ഇതിൽ ബാധ്യതയുണ്ട്. മാനവിക ഐക്യത്തിൻ്റെ തുന്നിച്ചേർക്കലിന് അവരവരുടെ യത്നം നിർവഹിച്ചേ മതിയാകൂ. ഇല്ലെങ്കിൽ അതിനുത്തമ നിദർശനമാണ് എല്ലാവരും ഒരുമിച്ച് കഴിഞ്ഞിരുന്ന ബോംബെയുടെ 1-2 ആഴ്ച നീണ്ട ബീഭത്സമായ മുഖം. സത്യത്തിൽ വീരേന്ദ്രകുമാർ എഴുതിയത് കണ്ട് പൊട്ടി ഞാൻ കരഞ്ഞുപോയി. ആരും കരഞ്ഞു പോകും. എന്താണ് സാഹചര്യം? ഞാൻ ചില ഭാഗങ്ങൾ മാത്രം ബോംബെയിൽ നടന്ന കലാപത്തിനാലുണ്ടായ ചില സാഹചര്യങ്ങൾ മാത്രം. മുസ്ലിമീങ്ങൾക്ക് എതിരെ നടന്ന 1993 ജനുവരി 10 മുതൽ ജനുവരിയിൽ ആദ്യത്തെ 2 വാരങ്ങൾ മുസ്ലിമീങ്ങൾക്കെതിരെ ബോംബെയിൽ നടന്ന കലാപത്തെക്കുറിച്ച് അദ്ദേഹം സൂചിപ്പിക്കുന്ന ചില വാക്കുകളാണ്, ചില ഭാഷ. നമ്മൾ ചിന്തിക്കണം. എവിടെയും ഭീകരവാദം തഴച്ചു വളരുകയാണ്. എല്ലാ വിഭാഗങ്ങളിലും അത് ഇങ്ങനെ ചെണ്ട കൊട്ടി പുറത്തേക്ക് ചാടിക്കൊണ്ടിരിക്കുകയാണ്. കലാപകാലത്ത് ആക്രമണ വിധേയരായവർക്ക് നേരെയുണ്ടായ ശാരീരിക പീഡനങ്ങൾ വിവരണാതീതമാണ്. ചിലർ പോലീസ് വെടിയുണ്ടകൾക്കിരയായി, ചിലരെ കുത്തിക്കൊന്ന് ചുട്ടുകരിച്ചു, മറ്റു ചിലരെ ഹോക്കി സ്റ്റിക്കുകൾ, ക്രിക്കറ്റ് ബാറ്റുകൾ എന്നിവ കൊണ്ട് അടിച്ചും കുത്തിയും കൊന്നു. ചിലരെ മൂർച്ചയേറിയ കൊടുവാൾ കൊണ്ട് അരിഞ്ഞു വീഴ്ത്തി. ആസിഡ് കൊണ്ടും ഉടച്ച കുപ്പികൾ കൊണ്ടും ചിലരെ വകവരുത്തി. അതിനുശേഷം മൃതദേഹങ്ങൾ തിരിച്ചറിയാതിരിക്കാനായി ചുട്ടുകരിച്ചു. മുസ്ലിങ്ങളുടെ വീടുകൾ തീയിട്ടു. അവരുടെ കടകളും മറ്റു സ്ഥാപനങ്ങളും കൊള്ളയടിച്ചു. മുസ്ലിം കുടിലുകൾ കേന്ദ്രീകരിച്ചിരുന്ന പ്രദേശം ഒന്നാകെ അഗ്നിക്കിരയാക്കി. മുസ്ലിം വീടുകൾ മറ്റുള്ളവരുടെ വീടുകൾക്കിടയിലായിരുന്ന സ്ഥലത്ത് മുസ്ലിം വീടുകൾ മാത്രം കൊള്ളയടിച്ചു. നിരവധി മുസ്ലിം കുടുംബങ്ങളെ ഭീഷണിപ്പെടുത്തി. സാമാന്യം സമ്പന്നരായ മുസ്ലിമീങ്ങൾ അവരുടെ വീടുകൾക്ക് മുന്നിൽ തൂക്കിയിരുന്ന നെയിം പ്ലേറ്റുകൾ മാറ്റാൻ നിർബന്ധിതരായി. സഫിയ ആശുപത്രിയും അതിൻ്റെ ആംബുലൻസും ആക്രമിക്കപ്പെട്ടു. മുസ്ലിങ്ങളായ പത്രക്കാരും ആക്രമണത്തിനിരയായി. 10,000 ഭവനങ്ങൾ ഉപേക്ഷിച്ച് ഓടി. ആയിരക്കണക്കായ ആളുകൾ എന്നേക്കുമായി ബോംബെ നഗരം വിട്ടു. പലരും അഭയാർത്ഥി ക്യാമ്പുകളിലായി.
ബോംബെ സെൻട്രൽ സ്റ്റേഷന് സമീപമുള്ള ഒരു 5 നില കെട്ടിടത്തിൽ അതിൽ കുറെ മുസ്ലിം കുടുംബങ്ങൾ താമസിക്കുന്നു എന്ന കാരണത്താൽ അക്രമികൾ തീവച്ചു. ആ അഗ്നിബാധയിൽ വെന്തു മരിച്ചവരുടെ കൂട്ടത്തിൽ ഫിറോസ് മെധോര, മെഹ്റു മെധോര എന്ന പാഴ്സി ദമ്പതികളും ഉണ്ടായിരുന്നു. രാമദാസ് ഗുപ്ത എന്ന 71-കാരനായ ഹൈന്ദവന്റെ സ്ഥിതിയായിരുന്നു ദയനീയം. അയാൾ വിക്ടോറിയ ടെർമിനൽസിൽ നിന്ന് ജനുവരി 9 വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു. റോഡ് റെയിൽവേ സ്റ്റേഷൻ സമീപമുള്ള ഓവർ ബ്രിഡ്ജിൽ വെച്ച് ഒരു ഹൈന്ദവ സംഘം അയാളെ വളഞ്ഞു. ഹിന്ദുവാണെന്ന് പറഞ്ഞിട്ടും തൻ്റെ ഐഡന്റിറ്റി കാർഡ് കാണിച്ചിട്ടും സംഘത്തിന് തൃപ്തിയായില്ല. അയാൾ വിവസ്ത്രനായി തെളിവ് കാണിക്കാൻ അവർ ആവശ്യപ്പെട്ടു. അതോടെ അയാൾ കുഴഞ്ഞുപോയി. കാരണം ചെറുപ്പത്തിലെ ആരോഗ്യപരമായ കാരണങ്ങളാൽ അയാൾ ലിംഗച്ഛേദം നടത്തിയിരുന്നു. തെളിവ് കണ്ട ഗുണ്ടാ സംഘം അയാൾ ഹിന്ദുവായിട്ടും അയാളുടെ പണവും വാച്ചും അപഹരിക്കുകയും മാരകമായി ആക്രമിച്ച് പരിക്കേൽപ്പിക്കുകയും ചെയ്തു. ഇയാൾ KEM ആശുപത്രിയിൽ ദിവസങ്ങളോളം ചികിത്സയിൽ കഴിഞ്ഞു. മനോഹർ പടേക്കർ എന്ന ഹൈന്ദവന്റെ കഥ ഇതിലും ഭീകരമാണ്. ഉർളിയിലുണ്ടായ പോലീസ് വെടിവെപ്പിൽ ഗുരുതരമായി പരിക്ക് പറ്റിയ ഇയാളെ അടിയന്തര ശുശ്രൂഷയ്ക്ക് വിധേയനായി KEM ആശുപത്രിയിലെ ഓപ്പറേഷൻ തിയേറ്ററിന് സമീപമുള്ള വെയിറ്റിംഗ് റൂമിൽ ഒരു സ്ട്രെച്ചറിൽ കിടത്തിയിരിക്കുകയായിരുന്നു. പെട്ടെന്ന് 100ഓളം പേർ വരുന്ന ഒരു സായുധ സംഘം അവിടേക്ക് കടന്നു ചെന്ന് അയാളെ നെഞ്ചിലും വയറ്റിലും മാരകമായി കുത്തി. അയാൾ താടി വെച്ചിരുന്നു എന്നതുകൊണ്ട് മുസ്ലിമാണ് എന്നവർ തെറ്റിദ്ധരിച്ചു അത്രേ. ഞാൻ വിശദീകരിക്കുന്നില്ല. അനവധി സംഭവങ്ങൾ ബോംബെയിലുണ്ടായ, അതായത് എല്ലാ മതവിഭാഗങ്ങളിലും ഇന്ന് ഇത്തരം അക്രമവാസനകൾ പെരുകിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു വരുന്നത് ഒരു കൈവെട്ടൽ മാത്രമൊന്നുമല്ല നടത്തുന്നത്. ഒരു കൈവെട്ടുന്നിടത്ത് മാത്രമൊന്നുമല്ല നമ്മൾ മരുന്ന് വെക്കേണ്ടത്. കൈവെട്ടലുകളും തലവെട്ടലുകളും സ്ഥിരമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനെതിരെ മാനുഷധർമ്മമുള്ളവർ പ്രതികരിക്കാൻ തയ്യാറാകണം. ആർക്ക് വേണ്ടി? ഭാവിയിലെ മനുഷ്യന് വേണ്ടി, ഭാവിയിലെ ജീവന് വേണ്ടി, ഭാവിയുടെ മാനുഷികത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി. ഞാൻ നീട്ടി പറയുന്നില്ല. ഇത് പറയുന്നത് ഗൗരവമായി നാം ഓരോരുത്തരും ചിന്തിക്കാൻ വേണ്ടിയാണ്. മനുഷ്യൻ ചിലപ്പോൾ ബോധമില്ലാതായാൽ അക്രമങ്ങളുടെയും അരാജകത്വങ്ങളുടെയും പിന്നാലെ പോകും. മുസ്ലിം സമുദായം ലോകത്തെ ഏറ്റവും കൂടുതൽ പീഡനം അനുഭവിച്ചത് സ്പെയിനിലാണ്. ആരാണ് അത് ചെയ്തത്? വഴിവിട്ടുപോയ ഒരു സംഘം ക്രൈസ്തവ സഹോദരന്മാർ. അവർ 10,000-കണക്കായ മനുഷ്യരെ കുത്തിക്കീറി ചരിത്രത്തിൽ തുല്യതയില്ലാതെ മൃഗീയമായ ഭേദ്യം ചെയ്തു. അൽ-കാരിസത്തുൽ അളീമ, ലോകം കണ്ട ഏറ്റവും വലിയ ഭീകര സംഭവം എന്നാണ് അബുൽ ഹസൻ അലി അൻ-നദവി അൽ-ഹസനി തന്റെ റിജാലുൽ ഫിക്രി വദ്ദഅവൽ ഇതേക്കുറിച്ച് മദാഖസറുൽ ആലമിൽ ഇതേക്കുറിച്ച് സൂചിപ്പിച്ചിട്ടുള്ളത്. ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത് എല്ലാ വിഭാഗങ്ങളിലും ഒരു തരത്തിൽ ഇങ്ങനെയുള്ള രീതികൾ ഇന്ന് വളർന്നുകൊണ്ടിരിക്കുകയാണ്. അതിനെതിരെ പ്രതികരിക്കാൻ മാനുഷിക ബോധമുള്ളവർ തയ്യാറാകണം. എല്ലാവരും ഒരുമിച്ച് നിൽക്കണം. കൂടിയിരിക്കുമ്പോൾ മാത്രം മതസ്നേഹത്തെയും സമുദായ സ്നേഹത്തെയും പരസ്പരമുള്ള സൗഹാർദ്ദത്തെയും പറയുകയല്ല എന്നെ പോലെയുള്ളവരുടെ ഉത്തരവാദിത്തം. പള്ളിയുടെ അകത്തളങ്ങളിൽ, ചർച്ചിന്റെ അകത്തരങ്ങളിൽ, ക്ഷേത്രങ്ങളുടെ ഉള്ളറകളിൽ ഇരുന്നിട്ട് മാനുഷിക ബോധം വളർത്തിയാൽ ഈ രാജ്യത്തൊരാപത്തും വരില്ല. ഇവിടെ പോലീസ് വേണ്ടി വരില്ല. ഞങ്ങൾ 3 കൂട്ടർ നന്നായാൽ ഇവിടെ അപകടങ്ങളില്ലാതെയാകും. ഇവിടെ ആകെ പ്രശ്നമുണ്ടാക്കുന്നത് ഞങ്ങൾ 3 കൂട്ടരാണ്. 1 മുസ്ലിം പണ്ഡിതന്മാർ, 2 ഹൈന്ദവ പണ്ഡിതന്മാർ, 3 ക്രൈസ്തവ പണ്ഡിതന്മാർ. കുഴപ്പമുണ്ടാക്കുകയല്ല ഞാൻ ഈ പറഞ്ഞതിൻ്റെ ഉദ്ദേശ്യം. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം ഇങ്ങനെയാണ്. അതായത് ഓരോ വിഭാഗങ്ങളും ആത്മാർത്ഥമായി അവരവരുടെ ആഭ്യന്തര വേദികളിൽ യഥാർത്ഥം നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ മനസ്സ് കഴുകി ശുദ്ധീകരിച്ച് മാനുഷിക ധർമ്മത്തെ കൊടുത്തിരുന്നുവെങ്കിൽ ഒരിക്കലും ഇങ്ങനെയുള്ള ആളുകൾ ഉണ്ടാകുമായിരുന്നില്ല. ഇതാലോചിക്കേണ്ടതാണ്. അക്കൂട്ടത്തിൽ പറയട്ടെ, പള്ളി മെഹ്റാബുകൾ തീവ്രവാദങ്ങൾ പ്രസംഗിക്കുന്ന ഖതീബന്മാർക്ക് വേദിയാക്കാൻ അനുവാദം കൊടുക്കരുത്. അവന്റെ മേക്കിട്ട് കയറൽ, അന്യ സമുദായങ്ങളെ മേക്കിട്ട് കയറാൻ മുസ്ലിം പള്ളികൾ അനുവദിക്കരുത്. അതിന് ആരെങ്കിലും ഒരുത്തൻ വന്നാൽ അവനെ ഖതീബായി അംഗീകരിക്കരുത്. എത്ര വലിയ വായാടിയാണെങ്കിലും ചില ആളുകൾക്ക് നല്ല വായാടിത്തം ഉണ്ടാകും. പക്ഷേ അവരിങ്ങനെ മെല്ലെ മെല്ലെ ആ നാട്ടിലെ പ്രധാനപ്പെട്ട യുവാക്കളെ മറ്റു ചില വഴിയിലേക്ക് കൊണ്ടുപോകും. നമ്മൾ പിന്നത് തിരിച്ചു പിടിക്കാൻ നമ്മൾ മറന്നു പോകും. വളരെ ശ്രദ്ധിക്കണം. അതായത് ഒരു പള്ളിയിലെ ഖതീബാക്കുക എന്നത് എൻ്റെ ഒരു ഉത്തരവാദിത്വം ഞാൻ പറയുകയാണ്. ഇത് ഹൈന്ദവ ക്രൈസ്തവ നേതാക്കന്മാർ കൂടി പറഞ്ഞാൽ നമ്മുടെ നാട് ശുദ്ധീകരിക്കപ്പെടും. ഒരു പള്ളിയിലെ ഒരു ഉസ്താദിനെ നിയോഗിക്കുമ്പോൾ അയാളുടെ ആറ്റിറ്റ്യൂഡ് എന്താണ്, അയാളുടെ രീതി എന്താണ്, അയാളുടെ നേതൃത്വം ഏതാണ് എന്നറിഞ്ഞിരിക്കണം. അല്ലാതെ അയാളെ ഒരിക്കലും
പള്ളിയിൽ നിയോഗിക്കാൻ പാടില്ലാത്തതാണ്. പള്ളി മെഹ്റാബുകൾ ഒരിക്കലും അന്യ സമുദായത്തിന്റെ മേക്കിട്ട് കയറുന്ന വേദി ആക്കാൻ പാടില്ലാത്തതാണ്. അല്ലാഹുവിലേക്ക് വരുവീൻ, വിജയത്തിലേക്ക്